ആലോചിക്കൊരു കറാമത്ത് കണ്ട മുസ്ലിമിന്റെ നിലപാടെന്താ? മക്കളില്ലാതെ പ്രയാസപ്പെട്ടു പോയ സക്കരിയ അലൈഹിസ്സലാം അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, കഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ആ സക്കരിയ അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ. മുടി നരച്ചുപോയി, എല്ല് ദുർബലമായി, വയസ്സായി, ഭാര്യവയോ വന്നുകയായി, മക്കളുണ്ടാവില്ല എന്ന് കണ്ട ആ പ്രവാചകൻ അല്ലാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, എന്റെ റബ്ബേ നിന്നോട് തേടിയെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല നാഥാ. പ്രിയമുള്ളവരെ പഠിക്കണേ ചരിത്രം നിങ്ങളാ. ആ മക്കളില്ലാത്ത സക്കരിയ അലൈഹിസ്സലാം കൺമുന്നിലൂടെ കറാമത്ത് കാണാ. അല്ലാഹു മറിയം ബീവിക്ക് പഴമിറക്കി കൊടുക്കുന്ന ആ കറാമത്ത് കാണുമ്പോ സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോ മറിയം ബീവിയുടെ മറുപടി കാലത്ത് ഹുവമിന്നില്ല, എന്റെ റബ്ബ് തന്നതാണെന്ന് മറുപടി നൽകുമ്പോ അവിടെ സക്കരിയ അലൈഹിസ്സലാം തേടുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? ഹുനാലിക ദാ സക്കരിയ റബ്ബാ. അവിടെ വെച്ച് അതേ സന്ദർഭത്തിലോട് സക്കരിയ അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് തേടുകയാ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ എനിക്ക് നല്ലൊരു സന്താനത്തെ തരണേ അല്ലാ. മറിയമിലൂടെ കറാമത്ത് കണ്ടപ്പോ ആ മറിയമിന്റെ കറാമത്ത് അംഗീകരിച്ചുകൊണ്ട് ആരാണോ മറിയമിന് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് തേടുകയാ, കറാമത്ത് കണ്ടോരോട് തേടാനില്ല. സക്കരിയ നബി കറാമത്ത് കണ്ടു, കറാമത്ത് അംഗീകരിച്ചു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് തേടി, കറാമത്ത് കണ്ടോരോട് തേടാനില്ല. എത്ര പെർഫെക്റ്റ് ഇസ്ലാമിന്റെ ആദർശം!